പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മഴ പെയ്തതോടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പോകുന്ന റോഡ് തകർന്ന ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സന്ദർശിച്ച് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA. 6 നിലകളിലായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ OP കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് അത്യാഹിത വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന പാതയിൽ നിന്നും നേരിട്ട് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ മതിൽ നിർമ്മാണം നടക്കുന്നതിനാൽ ഈ വഴി അടച്ചിട്ടിരിക്കുകയാണ്. ചാലക്കുടി റോഡിലുള്ള പ്രവേശന കവാടത്തിലൂടെ കടന്നുവന്ന് കെട്ടിടത്തിന്റെ വടക്ക് വശത്തു കൂടെയുള്ള മണ്ണിട്ട് സമീപകാലത്ത് നിർമ്മിച്ച വഴിയിലൂടെയാണ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ എത്തുന്നത്. മഴ ആരംഭിച്ചതോടെ മണ്ണിട്ട് നിർമ്മിച്ച വഴി തകർന്നതോടെയാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായത്. സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ചെളിമൂടിയ പ്രദേശം അടിയന്തരമായി വൃത്തിയാക്കി രോഗികൾക്ക് സൗകര്യമൊരുക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. മതിൽ നിർമ്മാണം നടക്കുന്ന തൃശൂർ റോഡിൽ നിന്നും കാനയ്ക്ക് മുകളിൽ അടിയന്തരമായി സ്ലാബ് സ്ഥാപിച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ നോക്കിയെങ്കിലും ഇതുവഴി വന്ന ആംബുലൻസും ചെളിയിൽ താഴ്ന്നു. അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ കോറി വേസ്റ്റ് അടിച്ച് നിരപ്പാക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്ത് ഉള്ള ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടുകൂടിയാണ്, പക്ഷേ ഇവിടെ വാഹനം കയറാനും ആളുകൾക്ക് കയറി വരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ട് കണ്ടു. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കാനായിട്ട് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ കോറി വേസ്റ്റോ മറ്റു കാര്യങ്ങളോ അടിച്ച് ഈ ഭാഗം എത്രയും പെട്ടെന്ന് വാഹനം കടന്നു വരാനും ആളുകൾ കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കും. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ പൊതുയോഗം CPI ജില്ലാ നിർവാഹക സമിതി അംഗം P. മണി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KS പ്രസാദ്, അൽഫോൻസ തോമസ്, VR രമേശ്, KS ബൈജു, അനിത രാധാകൃഷ്ണൻ, ബെന്നി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വാർത്ത നമ്മൾ വായിച്ചതാണ്. രാജേഷ് മേത്ത എന്ന് പറയുന്ന ഒരാൾ 15 ലക്ഷം കോടി രൂപയുടെ കുംഭകോണമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. രാജേഷ് മേത്ത മാത്രമല്ല, ഗൗതം അദാനി ഉൾപ്പെടെയുള്ള വലിയ കൊള്ള നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സമീപകാല ചരിത്രത്തിലില്ലാത്ത മറ്റൊരു വർത്തമാനം കൂടി പുറത്തു വരികയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വർണ്ണശേഖരം അത് പലപ്പോഴും വായ്പയായിട്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ സമർപ്പിക്കാറെങ്കിൽ സ്വർണ്ണശേഖരം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണ്ണശേഖരം ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഭരണകൂടം വിറ്റ് നിലയ്ക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. സർവ്വ മേഖലയിലും വരും നാളുകളിൽ വലിയ പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം വരും. അതിനിടയിൽ വിലക്കയറ്റം വളരെ ചെറിയ മാത്രം വിഷയമായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു അധികം സ്വർണം ഉപയോഗിക്കരുത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾ ഓഫീസുകളിൽ പോയി ജോലി ചെയ്യേണ്ട, വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കേണ്ടതില്ല എന്ന് പറയും. നാളെ ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയും, പിന്നെ വസ്ത്രം ധരിക്കേണ്ട എന്ന് പറയും. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം സൊമാലിയയുടെ പട്ടികയിലേക്ക് ഇന്ത്യ രാജ്യത്തെ എത്തിക്കുന്ന ഒരു സുശേഷം ഇന്ത്യയിൽ വരും. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വരുന്ന 2 വർഷത്തിനിടയിൽ ഇന്ത്യ മഹാരാജ്യം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതാണ്. അതിനിടയിൽ ചെറിയ സംഭവമാണ് നമുക്കറിയാം. SSLC, ഹയർ സെക്കൻഡറി, VHSC, ISC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും എക്സലൻസി പുരസ്കാരം നൽകി ആദരിക്കുന്നതിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടവരമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു മുഖ്യാതിഥിയായിരുന്നു. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സലീഷ്, രേണുക സജി, SMC ചെയർമാൻ സതീഷ് കുമാർ, VHSC പ്രിൻസിപ്പൽ KP അനിൽകുമാർ, MPTA പ്രസിഡന്റ് സനിജ സന്തോഷ്, കോർഡിനേറ്റർമാരായ മിനി മോഹൻദാസ്, സേതു മാധവൻ പറയംവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ പ്രീതി MK സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ഉഷ MV നന്ദിയും പറഞ്ഞു.
നടവരമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിർത്താനായി കഴിഞ്ഞ വിദ്യാലയം. അതിനോടൊപ്പം മറ്റു വിദ്യാലയങ്ങളുമൊക്കെ എത്തിച്ചേരുകയുണ്ടായി. നമ്മൾ ഇനിയും ആഗ്രഹിക്കുന്നത് ഇതൊരു മികവിൻ്റെ വിദ്യാലയമാക്കി തന്നെ മാറ്റുമെന്നുള്ളതാണ്. അങ്ങനെ മികവിൻ്റെ വിദ്യാലയമാക്കി മാറ്റുമ്പോൾ നമ്മുടെ വിദ്യാലയം മികവിൻ്റെ വിദ്യാലയമായി മാറുന്നത് നല്ല മികവുറ്റ വിദ്യാർത്ഥികളുള്ളപ്പോഴാണ്. നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുത്താലും എത്ര മിടുക്കന്മാരെയും മിടുക്കുകളായ അധ്യാപകരെ നമ്മൾ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നാലും അവിടെയൊക്കെ മിടുക്കന്മാരായ മിടുക്കുകളായിട്ടുള്ള കുട്ടികളുണ്ടാകും. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ഒരുപാട് കുട്ടികളുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ നടവരമ്പ് വിദ്യാലയം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അഭ്യർത്ഥിക്കുക, നിങ്ങൾ നേടിയ മികവ് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് പ്രചോദനമാകേണ്ടതായിട്ടുണ്ട്. അവര് മികവിന്റെ വ്യക്തികളായി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയം മികവുറ്റ വിദ്യാലയമായി മികച്ച വിദ്യാർത്ഥികളുടെ വിദ്യാലയമായി മാറുമ്പോൾ നമ്മുടെ നാടും വലിയ പുരോഗതിയിലേക്ക് പോവുകയാണ്. സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട BRCയിലെ പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MS രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആതിര രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബ്രിജി KB മുഖ്യാതിഥിയായിരുന്നു. BPC സത്യപാലൻ KR സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിഷ പോൾ നന്ദിയും പറഞ്ഞു. ഇവിടെ സന്ദർശിക്കുകയും ഇവിടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എല്ലാം നമ്മൾ നേരിൽ അറിയുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൻ്റെ ഓട്ടിസം കുട്ടികളുടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നമുക്ക് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വ്യത്യസ്ത മേഖലകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഒരു സെൻ്ററാണ് നമ്മുടെ ഓട്ടിസം സെൻ്റർ അല്ലെങ്കിൽ BRC അതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനും അവരുടെ തെറാപ്പികൾ തെറാപ്പി അതുപോലെ തന്നെ അവരുടെ ഫിസിക്കലായിട്ടുള്ള ഓരോ എക്സസൈസുകളും എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് അതിനുള്ള ടെക്നീഷ്യൻസ് അതേപോലെ ടീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവരെ ആ മേഖലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിത്തുകൾ നൽകിക്കൊണ്ട് അവരുടെ വീടുകളിൽ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് നല്ലൊരു വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതൊക്കെ ഒരു ക്രിയാത്മകമായി അവരുടെ മാനസികമായും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഉയർപ്പിന് നല്ലതാണ്. തീർച്ചയായും അതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും നമ്മുടെ കൊച്ചു മക്കളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ അല്ല അവരുടെ മാനസികമായ വെല്ലുവിളികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ നിലവഴിക്ക് നയിക്കാനുള്ള ഒരു അത്താണിയാണ്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കുന്ന ഹരിതവസന്തം 2026-2027 പദ്ധതി കാറളം പഞ്ചായത്തിൽ ലിങ്കേജ് ഗ്രൂപ്പിന്റെ കൃഷിസ്ഥലത്ത് ചെണ്ടുമല്ലി തൈ നട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KB ഷമീർ, അനീഷ് ശശിധരൻ, പ്രീത NL, പ്രിയ അനിൽ, സുധീർ ദാസ്, നീതു അനീഷ്, അഞ്ജു സുജിത്, ഗിരീഷ് നന്ദിക്കൽ, കാറളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VN ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.